അമ്മ എന്താണ് ഉപ്പേരിന്റെ പരിപാടി തുടങ്ങിയാ? പീച്ചിക്ക് ഉപ്പേരി വെക്കാൻ പോകുന്നു. അപ്പൊ കഴുകി വാരിയിട്ടു ഇതാ അമ്മ അതില് ആവശ്യത്തിനുള്ള ഒരു 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറുത് 2-3 പച്ചമുളക്, ലേശം മഞ്ഞപ്പൊടി, ഇതാ ഉപ്പ് അല്ലേ? ഇതിട്ട് വേകാൻ വെക്കണം. വെള്ളം നമ്മ കഴുകി വാരി എടുത്ത് ആ വെള്ളം തന്നെ മതി. വെറുതെ ഒരുപാട് ഇട്ടിട്ട് വെള്ളം കൂട്ടണ്ട അല്ലേ? ഊറ്റി കളഞ്ഞ അതിന്റെ ടേസ്റ്റേ പോയി. അപ്പൊ ഇനി വേകട്ടെ. പീച്ചിക്ക് വെന്തൂലമ്മ? വെന്തുതാ അമ്മ താളിക്കാൻ പോണു മോനെ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചെറിയ ഉള്ളി ചാച്ചി വെച്ചിട്ടുണ്ട്. കടുകിട്ട് കൊടുത്തു. എല്ലാവരും മക്കളൊക്കെ താളിച്ചിട്ട് കൊട്ടുക ചെയ്യുക ഉപ്പേരികളൊക്കെ. അമ്മ എല്ലാ ഉപ്പേരി വേവിച്ചിട്ടാണ് താളിക്കുക. അപ്പോഴാണ് നമുക്കൊരു ടേസ്റ്റ് നന്നായിരിക്കുള്ളൂ. പയറും അവരക്കയും പീച്ചിങ്ങയും എല്ലാതും വേവിച്ച് വെള്ളം കളയില്ല. ഇല്ല, ഒരു കഴുകി വാരിയിരുന്ന വെള്ളത്തിന് വേവും ചെയ്യും. അപ്പൊ അങ്ങനെ വെക്കുമ്പോ അതൊരു വേറെ ടേസ്റ്റ്. താളിച്ചിട്ട് അങ്ങനെ നേരിട്ട് കൊട്ടുമ്പോ അത് വേറെ ടേസ്റ്റ് ഇല്ല. വേവിച്ചിട്ട് വെക്കുമ്പോ അതൊരു ടേസ്റ്റ് തന്നെയാണ്. അത് എന്റെ മക്കളൊക്കെ ഒന്ന് വെച്ച് നോക്കണം. അപ്പൊ അതിങ്ങനെ വെക്കുന്നതിന് വേണമെങ്കിൽ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാവുമായിരിക്കും. അപ്പോഴങ്ങനെ ചുവന്നുള്ളിയൊക്കെ എണ്ണയിൽ നല്ലോണം മൂപ്പിച്ച് നല്ലോണം ഒന്ന് മൂക്കണം. അല്ലാണ്ട് നമ്മൾ കടുക് പൊട്ടിയതും വഴിക്ക് ചുവന്നുള്ളി ഇട്ടിട്ട് അപ്പം തന്നെ സാധനം കൊട്ടാൻ പറ്റില്ല. നല്ലോണം ഒന്ന് മൂപ്പിക്കണം. കറുവേപ്പില ഇട്ട് കൊടുക്കണം മേനെ. കറുവേപ്പില മേനെ താളിച്ച് അമ്മ കൊടുക്കണം. എല്ലാ ഉപ്പേരി പോലെ അങ്ങനെ പെരുക്കം കിട്ടില്ല. വേകുമ്പോഴേക്ക് ചുങ്ങും കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് മീനിട്ടിട്ടും വെക്കും അമ്മമാര്. മീനിട്ടിട്ടും വറ്റിക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം വെച്ച് നോക്കാം. വീഡിയോ കാണിച്ചു കൊടുക്കാം. അപ്പോ പീച്ചിങ്ങ ഉപ്പേരിയൊക്കെ റെഡിയായി. സിമ്പിളായ പണിയാണ്. നമ്മ പടുവലങ്ങിയൊക്കെ പോലെ പീച്ചിങ്ങയും അതിൻ്റെ ഒരു ഏണ് മാത്രം കളഞ്ഞിട്ട് ചെറുതാക്കി മുറിക്കുക. 2 പച്ചമുളക് ഇടുക. ഉപ്പേരി വെക്കുക. ഇത്രയും ഉള്ളു പണി. വെച്ച് നോക്കുക. എന്നിട്ട് അമ്മയ്ക്ക് എന്താ പറഞ്ഞാൽ അമ്മ വെച്ച പോലെ ആയെന്നുള്ള അഭിപ്രായങ്ങൾ അമ്മനെ അറിയിക്കുക. അപ്പൊ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കൊണ്ടുവരാം അല്ലേ?